ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിൻ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതി അശ്വിനെ കാണും കേട്ടോ. ശ്രുതി ഒളിക്കാൻ വേണ്ടി നോക്കുവാണ്. ഈശ്വര, എവിടെ നോക്കിയാലും ഈ കടലമിഠായി തന്നെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി വേഗം ഓടി അപ്പുറത്ത് പോയി നിൽക്കുവാണ്. ആ സമയത്ത് അശ്വിനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോയോ എന്തോ എന്ന് പറഞ്ഞിട്ട് പതുക്കെ എത്തി നോക്കുമ്പോഴേക്കും അശ്വിനിങ്ങനെ നടന്നു പോകുന്നത് ശ്രുതി കാണുന്നുണ്ട്. അപ്പോഴേക്കും അശ്വിന് ഫോൺ വരുമ്പോൾ ശ്രുതിയുടെ അടുത്ത് തന്നെ അശ്വിൻ നിൽക്കുന്നുണ്ട്. അതിന് ശേഷം അശ്വിൻ ഫോണിൽ സംസാരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോവാട്ട്. ഈശ്വര, ഇയാൾ ഇവിടെ എത്തിയോ എന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ കുറച്ചുകൂടെ കൂടെ മാറി നിൽക്കുവാണ്. ആ സമയത്ത് അശ്വിന് എന്തൊരു തോന്നൽ, ശ്രുതിയുടെ പ്രസൻസ് അവിടെ എവിടെയോ ഉള്ള പോലത്തെ ഒരു തോന്നൽ. പെട്ടെന്ന് അശ്വിൻ അവിടെ ഇവിടെയൊക്കെ നോക്കുവാണ്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, ശ്രുതി ഇവിടെ വരാൻ ഒരു ചാൻസും ഇല്ല എന്ന്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്യാമിനെയാണ്. ശ്യാം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് തന്നെ ശ്രുതി കൊണ്ടിട്ട്, പക്ഷെ അവർ പരസ്പരം കാണുന്നില്ല. അങ്ങനെ അശ്വിൻ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ പുള്ളിക്കാരൻ വരുമ്പോഴേക്കും അതവിടെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം അശ്വിൻ വീണ്ടും അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. ശ്രുതി അവിടെ എവിടെയോ ഉള്ള പോലത്തെ ഒരു തോന്നൽ കൊണ്ടിട്ടോ. അതിനുശേഷമാണ് ശ്രുതി ഇവിടെ എവിടെയാണാവോ ഷോറൂം കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ വീണ്ടും അയാളെ നേരെ ഇങ്ങനെ മുട്ടുവാട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അശ്വിൻ എന്താണ് തനിക്ക് നേരെ നോക്കി നടന്നുകൊണ്ടിരുന്ന് പറയുമ്പോൾ സാർ സ്പീഡിൽ വന്നുകൊണ്ട് ഞാൻ കണ്ടില്ലെന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറ്റം എൻ്റെ ആയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ നേരെ മുകളിലേക്ക് പോവാണ്. അത് കാരണം ശ്രുതി വേഗം മുകളിലേക്ക് ഓടിക്കയറുക കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ അശ്വിൻ വീണ്ടും ഫോണൊക്കെ ചെയ്ത് മുകളിലേക്ക് പോവാണ്. അതെ ഫയൽ അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം, ഓഫീസിലെ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ശ്രുതിയാണെങ്കിൽ, ഈശ്വര, ഇയാൾ എന്ത് തലവേനാണ്, ഈ വീട്ടിൽ എവിടെ തിരിഞ്ഞാലും ഇയാൾ തന്നെയാണല്ലോ, ഈ വീട്ടിൽ ബാക്കി ആരെയൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പരിപാടി നടക്കുകയാണെങ്കിലും അയാളുടെ ചെവിയിൽ എപ്പോഴും ഫോൺ തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട്, എൻ്റെ കുട്ടികൃഷ്ണ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ശ്രുതി അവിടെ ഉണ്ടായിരുന്ന കർട്ടൻ്റെ പുറകെ പോയി ഒളിക്കുക കേട്ടോ. അതിനുശേഷം ഈശ്വര, ഞാനിവിടെ എങ്ങനെ ഒളിച്ച് നിൽക്കും, ഇതിങ്ങോട്ട് അഴിച്ചിടാം, അപ്പം എന്നെ ആരും കാണില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി വേഗം ആ കർട്ടൻ്റെ ഇതും അഴിച്ചതിന് ശേഷം അവിടെ പോയി ഒളിഞ്ഞ് നിൽക്കുവാണ്. അശ്വിനാണെങ്കിൽ ഫോണൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. ഈശ്വര, എൻ്റെ കൃഷ്ണ രക്ഷിക്കണേ, അയാളെന്നെ കാണരുത് എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർട്ടൻ്റെ മറവിൽ കൂടി ശ്രുതി കാണുന്നുണ്ട് അശ്വിൻ്റെ നിഴൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്. ശ്രുതി പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോകുവാണ്. കാരണം അശ്വിൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ശ്രുതി വീണ്ടും ആ കർട്ടൻ്റെ അവിടെ നിന്ന് മാറുവാണ്. അശ്വിൻ പെട്ടെന്ന് കർട്ടൻ്റെ അവിടെ നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. പെട്ടെന്ന് അശ്വിൻ അലമാര തുറക്കുവാണ്. അലമാര തുറക്കുമ്പോഴേക്കും ഒരു ഡ്രസ്സ് കയ്യിലേക്ക് എടുക്കുക കേട്ടോ. എടുത്തു കഴിയുമ്പോഴാണ് അശ്വിൻ ആ കാഴ്ച കാണുന്നത്. ശ്രുതി അവിടെ ഒളിച്ച് നിൽക്കുക കേട്ടോ. കാരണം കർട്ടൻ്റെ പുറകെ നിന്ന് പെട്ടെന്ന് ശ്രുതി ആ കബോർഡിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. നീയോ ഒന്ന് അശ്വിൻ പറയുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് ആകെ ഞെട്ടിയിട്ട് അശ്വിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചും പേടിച്ചും ഇങ്ങനെ നോക്കുക കേട്ടോ. നീ എന്താ ഇവിടെ, ഇറങ്ങടി ഇവിടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ പിടിച്ചിങ്ങനെ വലിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശിയും അഞ്ജലി ആണെങ്കിൽ, ദേമോളെ നോക്കിയ സ്വീറ്റ്സ് വന്നു, നല്ല മണമുണ്ട്, നല്ല ഉഗ്ര സ്വീറ്റ്സ് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രീതി പിന്നെയും സ്വീറ്റ്സായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് അഞ്ജലി പറയണ്ട, ഇതാരും പ്രീതിയോ, പ്രീതി എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, മാഡം ഇന്നത്തെ സ്വീറ്റ്സ് എല്ലാം ഞങ്ങളായി ഓർഡർ എടുത്തിരിക്കണം. അത് കൊള്ളാലോ എന്ന് പറയുമ്പോൾ, മുത്തശ്ശി ചോദിക്കേണ്ട, അഞ്ജലി മോളെ നിനക്ക് ഇവിടെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, ഇതാണമ്മേ പ്രീതി, നമ്മുടെ ശ്രുതിയുടെ ചേച്ചി. നമുക്ക് മനസ്സിലായില്ലേ ശ്രുതിനെ? മനസ്സിലായി. ഇവളും ആളൊരു മിടുക്കിയാണല്ലോ എന്ന് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അഞ്ജലി ചോദിക്കേണ്ടത്, എല്ലാ പ്രീതി ശ്രുതി വന്നില്ലേന്ന് ചോദിക്കുമ്പോൾ, വന്നിരുന്നു മേഡം, അവളെന്തോ പാത്രം എടുക്കാൻ വേണ്ടി സ്റ്റോർ റൂമിൽ പോയതാണെന്ന് പറയുവാണ്. അയ്യോ പാവം, പാത്രം എടുക്കാൻ സ്റ്റോർ റൂമിൽ പോയതാണോ? ഇവിടുത്തെ സ്റ്റോർ റൂം അറിയാണ്ട് അവിടെ ഇവിടെ നടക്കുന്നുണ്ടാവുമായിരിക്കും എന്ന് അഞ്ജലി പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അശ്വിനുണ്ടെങ്കിൽ ശ്രുതിനായിട്ട് പൊരിക്കുവാണ്. നീ എന്താടി ഇവിടെ, നിനക്ക് എന്ത് ധൈര്യമുണ്ട് എൻ്റെ റൂമിൽ കയറിയിട്ട് ഒളിച്ച് നിൽക്കാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ പെട്ടെന്ന് ശ്രുതി അശ്വിനെ തട്ടിമാറിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുക കേട്ടോ. ആ സമയത്ത് അശ്വിൻ ദേഷ്യം വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ശ്രുതിയാണെങ്കിൽ വേഗം സ്റ്റെപ്പ് ഇറങ്ങി നിലത്തേക്ക് ഓടിപ്പോകുവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ശ്രുതി വേഗം തന്നെ ചേച്ചിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ശ്രുതി മനസ്സിലായിക്കൊണ്ട്, ഭഗവാനെ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് വേഗം അങ്ങോട്ട് പോകുവാണ്. അതിനുശേഷം ശ്രുതി വേഗം ഓടിയിട്ട് നമ്മുടെ പ്രീതിയുടെ അടുത്തേക്ക് തന്നെ എത്തുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് പ്രീതി, നോക്ക് അഞ്ജലി മേഡത്തിൻ്റെ വിഷയ ശ്രുതി എന്ന് പറയുകയാണ്. അഞ്ജലി മേഡത്തിനും ഭർത്താവിനും എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആശംസകൾ എന്ന് പറയുമ്പോൾ താങ്ക് യു ശ്രുതി എന്ന് പറയുകയാണ്. ഇതൊക്കെ ശ്രുതിയും പ്രീതിയും കൂടി ഉണ്ടാക്കിയതാണ് ചോദിക്കുമ്പോൾ പ്രീതി പറയണ്ടേ, മെയിൻ ആൾ ഈ ശ്രുതിയാണ് കേട്ടോ എന്ന് പറയുവാണ്. എന്തായാലും വാസന വരുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി പലഹാരങ്ങളാണെന്ന് എന്ന് അഞ്ജലി പറയുവാണ്. ആ സമയത്ത് മനോരമ വരുന്നുണ്ട്. അഞ്ജലി അമ്മേ, നിങ്ങളുടെ രണ്ടുപേരും മേക്കപ്പ് ഒന്നും ചെയ്തില്ലേ, നിങ്ങളെന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്നിങ്ങനെ പറയുവാണ്.
അഞ്ജലി മോളെ ദേ പാർട്ടി നിൻ്റെയാണ്, അപ്പോൾ അതുകൊണ്ട് നീ മേക്കപ്പൊക്കെ ചെയ്ത് സുന്ദരിയായിട്ടിരിക്കണം. പിന്നെ അമ്മക്ക് മേക്കപ്പിൻ്റെ ആവശ്യം ഇല്ലല്ലോ, റോൾഡ് ഗോൾഡിന് എന്തിനാ പൊന്ന് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മനോരമ. പെട്ടെന്ന് മനോരമ നോക്കുമ്പോഴാണ് ശ്രുതിനെയും പ്രീതിനെയും കാണുന്നത്. ഇവരോ എന്ന് പറയുമ്പോൾ ഇവരെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, അത് ആൻറ്റി ഇവരാ ഇന്ന് സ്വീറ്റ്സ് ഉണ്ടാക്കിയത്, നല്ല പാലക്കാടൻ സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവരുണ്ടാക്കിയതോ, അതെ നല്ല മണമില്ലേ ആൻറ്റി എന്ന് പറയുമ്പോൾ അത് വല്ല എസൻസും ചേർത്ത് ഉണ്ടാക്കിയതായിരിക്കും എന്ന് മനോരമ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ മാഡം ഞങ്ങളിതിൽ എസൻസും ചേർക്കാറില്ല, എണ്ണയും അതുപോലെ തന്നെ നെയ്യും അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയണ്ട, അതെ അത് വളരെ നല്ല കാര്യം തന്നെയാണ്, എന്തായാലും പാലക്കാട് സ്വീറ്റ്സ് തന്നെ ഇന്ന് കഴിക്കാൻ പറ്റില്ല, മണം കേട്ടിട്ട് ഏലക്കയുടെ നല്ല നെയ്യിൻ്റെ മണം അറിഞ്ഞിട്ട് തന്നെ കഴിക്കാൻ തോന്നുക എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശിയും പ്രീതിയും കൂടി അഞ്ജലിയും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. അവർ പോയി കഴിയുമ്പോൾ മനോരമ ശ്രുതി എടുത്ത് പറയുന്നുണ്ട്, എടി പെണ്ണെ അന്ന് കീറി സാരി കൊണ്ടുവന്ന പോലെ തന്നെ വല്ല പൊട്ട പലഹാരമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ മാഡം ഞങ്ങൾ നല്ല ഗുണമേന്മയുള്ള പലഹാരങ്ങൾ തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ശ്രുതി പറയാനുണ്ട്. കണ്ടറിയാം എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് പോകുവാണ്. അതിനുശേഷം പ്രീതിയും ശ്രുതിയും മുഖത്തോടെ മുഖം നോക്കിയിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന ലാവണ്യനാണ്. ലാവണ്യ കൈയൊക്കെ ചെറിയ ഹാഫ് കൈയൊക്കെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുക കേട്ടോ. എന്നിട്ട് ഹൗ സർ എൻ്റെ ഡ്രസ്സ് നോക്കിയേ എങ്ങനെയുണ്ട് കലക്കിയിട്ടില്ലേ എന്ന് പറയുകയാണ്. ആ ഡ്രസ്സ് നോക്കുമ്പോഴേക്കും അശ്വിനി ഇങ്ങനെ ദേഷ്യം വരുക കേട്ടോ. ഒരു ചെറിയ ഡ്രസ്സ് ഇട്ടാണ് വന്നേക്കണ, പാർട്ടിക്ക് ഇട്ടേക്കുന്ന ഡ്രസ്സ് നല്ല സാരി കൊടുത്തു വരുന്നിട്ട് അശ്വിൻ വിചാരിച്ചത്. ആ സമയത്ത് ലാവണ്യ പറഞ്ഞിട്ട്, എന്താ സാർ ഒന്നും മിണ്ടാത്ത, ഞാൻ നല്ല സൂപ്പറായിട്ടില്ലേ, പാർട്ടിക്ക് ഞാൻ നട്ട് തിളങ്ങിയില്ലേ എന്നൊക്കെ പറയുവാണ്. എന്താ നീ ഒന്നും പറയാത്തത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനെ അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അഞ്ജലി എടുത്ത് അശ്വിൻ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്ന് പറയുവാണ്. എന്താ കുഞ്ഞാന്ന് ചോദിക്കുമ്പോൾ അത് ആ ശ്രുതി എന്താ ഇവിടെ ചോദിക്കുമ്പോൾ, അവളെന്താ ഇവിടെ നിനക്കറിയില്ലേ, നീയല്ലേ പലഹാരത്തിനുള്ള ഓർഡർ കൊടുത്തത്, അവൾ പലഹാരമായിട്ട് വന്നിരിക്കുക, അവൾക്കാ നീ ഓർഡർ കൊടുത്തത്? ഇല്ല, ഞാൻ ആ ബേക്കറിക്കാരനെയാണ് ഓർഡർ കൊടുത്തത്. എങ്കിൽ ആ ബേക്കറിക്കാരൻ അവൾക്കായിരിക്കും ഓർഡർ കൊടുത്തിട്ടുണ്ടാവുക. എന്തായാലും അടിപൊളി സ്വീറ്റ്സാണ് കുഞ്ഞ, അതിൻ്റെ മണം കേട്ടാലുണ്ടല്ലോ വായന്ന് കപ്പലോടും, അതുപോലത്തെ നല്ല മണമാണെന്നൊക്കെ പറയുവാണ്. പക്ഷേ എന്നാലും അവൾക്കല്ലല്ലോ ഞാൻ ഓർഡർ കൊടുത്തെന്ന് പറയുമ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല പാലക്കാട് സ്വീറ്റ്സാണ് അവരുണ്ടാക്കിയിരിക്കണത് എന്ന് പറയുക കേട്ടോ. അതിനുശേഷം അഞ്ജലി എന്ത് പറ്റി കുഞ്ഞാന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ചേച്ചി നിലത്തേക്ക് പോയിക്കോ, ഞാൻ വരാമെന്ന് പറയുവാണ്. അതിനുശേഷം ലാവണ്യ പറഞ്ഞിട്ട് വിട്ടുകള സാർ കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കിയെന്നല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുവാണ്. എങ്കിലും അവളിവിടെ വീണ്ടും വന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അശ്വിനാകെ ദേഷ്യം വരുക കേട്ടോ. അതിനുശേഷം കാണിക്കണതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്യാമിനെയാണ്. ശ്യാം ഫോണൊക്കെ തോണ്ടിക്കൊണ്ട് അവിടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ജലി വരുന്നുണ്ട്. ആഹാ, ശ്യാമേട്ടൻ ഇവിടെ ഇരിക്കുകയാണോ? കേട്ടോ ശ്യാമേട്ട, ഇന്നേ ഇവിടെ സ്വീറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടുവന്നേക്കുന്നത് ആരാണെന്ന് അറിയാമോ ശ്യാമേട്ടനെ? ഞാൻ അന്ന് പറയില്ല ശ്രുതിയുടെ കാര്യം, എനിക്ക് തോന്നണത് ശ്യാമേട്ടൻ ശ്രുതിനെ അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് അല്ലേ? ആ ശ്രുതിയാണ് ഇന്ന് സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്, അവളും അവളുടെ ചേച്ചിയും കൂടിയിട്ട് നല്ല പാലക്കാട് സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ ശ്യാം ആകെ ഞെട്ടിപ്പോകുക കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം പാലക്കാട് സ്വീറ്റ്സ് തന്നെ കഴിക്കാൻ പറ്റിയല്ലോ ഭാഗ്യം. ചേട്ടൻ്റെ വീടും പാലക്കാട് തന്നെയാണല്ലോ, അതുകൊണ്ട് സ്വീറ്റ്സിൻ്റെ ഇന്ന് പാലക്കാട്ടത്തേക്ക് തന്നെ എത്തിയിരിക്കണത് എന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ശ്യാം അവിടെ നിന്ന് ഓടിപ്പോകുക കേട്ടോ. അതിനുശേഷം അഞ്ജലി പെട്ടെന്ന് തിരിയുമ്പോൾ ശ്യാമിനെ കാണുന്നില്ല. ഈ ശ്യാമേട്ടൻ ഇവിടെ എവിടെ പോയി എന്ന് അഞ്ജലി മനസ്സിൽ വിചാരിക്കുവാണ്. ശ്യാമേട്ടനെ നിന്ന് നിപ്പിനെ കാണാതാവും എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ചിരിച്ചുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ നോക്കിയിരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അശ്വിനാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ലാവണ്യയുടെ കയ്യും പിടിച്ച് കപ്പിൾസിനെ പോലെ ഇങ്ങനെ നടന്നു വരാം കേട്ടോ. അതിനുശേഷം അശ്വിൻ പറയുന്നുണ്ട്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്നിവിടെ എത്തിയ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വളരെയധികം നന്ദി അറിയിച്ചു കൊള്ളണു. ഇന്ന് ഞങ്ങൾ ഇവിടെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും അശ്വിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ സെലിബ്രിറ്റീസിനെ സ്വാഗതം ചെയ്യുകയാണ്, അഞ്ജലി, ശ്യാമേട്ടൻ എന്ന് നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്. ആ സമയത്ത് മനോരമയും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ കൈയടിച്ച് പാസ്സാക്കുകയാണ്. ലാവണ്യം കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി കൈയടിച്ച് പാസ്സാക്കുമ്പോൾ നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ ശ്യാമും കൂടി പരസ്പരം കൈയോട് കൈ പിടിച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും ശ്രുതി പ്രീതിയെടുത്ത് പറയുന്നുണ്ട്, ചേച്ചി അഞ്ജലി ചേച്ചിയും ഭർത്താവും സ്റ്റേജിലേക്ക് കയറുവാണെന്ന് തോന്നുന്നുണ്ട്, ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ, അഞ്ജലിയുടെ ഭർത്താവിനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അഞ്ജലിയും അതുപോലെ തന്നെ ശ്യാമും പോയിട്ട് കൈ പിടിച്ചിട്ട് സ്റ്റേജിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് വരുക കേട്ടോ. എല്ലാവരും അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
അതിനുശേഷം മുത്തശ്ശിയുടെ അനുഗ്രഹമാണ് അവർ ആദ്യം വാങ്ങിക്കണം. മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും രണ്ടുപേരും നന്നായിട്ട് വരും എന്ന് മുത്തശ്ശി അനുഗ്രഹിക്കുന്നുണ്ട്. അളിയ എന്ന് പറഞ്ഞിട്ട് ശ്യാം നമ്മുടെ അശ്വിനെ കെട്ടിപ്പിടിക്കുക കേട്ടോ. അങ്ങനെ ശ്രുതി പതുക്കെ പതുക്കെ നമ്മുടെ അഞ്ജലിയുടെ ഭർത്താവിനെ കാണാൻ വേണ്ടി അവിടെ പോയി നോക്കുമ്പോഴേക്കും അശ്വിനെ കാണുവാണ്. എവിടെ തിരിഞ്ഞാലും ഇയാൾ തന്നെ, ഇയാൾ എന്താ എല്ലായിടത്തും വന്ന് നിൽക്കുന്നത്, സ്വാഗതം ചെയ്യണത് കണ്ടാലും മതി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ശ്യാമിനെ കാണുമ്പോൾ ശ്രുതി എത്തി നോക്കേണ്ടതാണ് എപ്പിസോഡ് തിരിയുന്നത്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.